ഒരിക്കലും മറക്കാത്തൊരു ദിവസമായിരുന്നു ഇത്. ഞങ്ങളുടെ പൊന്നോമനയുടെ ചോറുകൊടുപ്പായിരുന്നു. ഒരുപാട് കാത്തിരുന്നും ആഗ്രഹിച്ചും കിട്ടിയ ഞങ്ങളുടെ പൊന്നോമനെ ഞങ്ങൾ ജനനി എന്ന് പേരിട്ട് വിളിച്ചു. അപ്പോൾ അത്രയും ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ ഒരുപാട് നേർച്ചകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 വർഷത്തെ കാത്തിരിപ്പുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ചോറ് കൊടുക്കാമെന്നും ഏട്ടൻ്റെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ചോറ് കൊടുക്കാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആകെ കുഞ്ഞിന് 3 ചോറുകൊടുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വരാൻ വൈകിയത് കൊണ്ട് തന്നെ 8ാം മാസത്തിലാണ് മോൾക്ക് ചോറ് കൊടുക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ കാണുന്നത് എൻ്റെ കുടുംബക്ഷേത്രമാണ്. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടെ എൻ്റെ ഫാമിലിയിലെ ഏട്ടൻ്റെ ഫാമിലിയിലേക്ക് മിക്കവരും അന്ന് ആ ക്ഷേത്രത്തിലുണ്ടായിരുന്നു, ഞങ്ങളോടൊപ്പം ഈ ചടങ്ങിൻ്റെ ഭാഗമൊക്കെ ആവാൻ. ആദ്യമൊക്കെ മോള് നല്ല ഹാപ്പി ആയിരുന്നു. പക്ഷേ കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും ഇത്തിരി ഇറിറ്റേഷനൊക്കെ വന്നു തുടങ്ങി. 10 മണിക്ക് ശേഷമായിരുന്നു ചടങ്ങിന് അമ്പലത്തിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് തന്നെ മറ്റൊരു കുട്ടിക്ക് അവിടെ ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കയറുകയാണ് ചോറ് കൊടുക്കാൻ വേണ്ടി അകത്തേക്ക്. അവിടെ ശ്രീകോവിലിൻ്റെ വെളിയിലുള്ള ആ ഒരു മണ്ഡപത്തിൽ വെച്ചിട്ടാണ് ചോറ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ മോൾക്ക് ഇങ്ങനെ കുറുക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അവൾക്ക് നല്ല വിശന്ന് തുടങ്ങിയായിരുന്നു. ഏട്ടൻ്റെ മടിയിലിരുത്തിയാണ് മോൾക്ക് ചോറ് കൊടുത്തത്. അതിനുശേഷം ഞാനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉപ്പും പുളിയും മുളകും ഒക്കെ വെച്ചിട്ട് ആദ്യമായിട്ട് എന്നെ വായിൽ വെച്ചതിൻ്റെ ആ ഒരു ഇറിറ്റേഷനും എല്ലാം ഉണ്ടായിരുന്നു. ഇത്രയും നേരം താമസിച്ചതിൻ്റെ ബഹളമൊക്കെ ആളവിടെ കാണിച്ചു. അതിനുശേഷം ക്ഷേത്രത്തിനകത്ത് വെച്ച് തന്നെ തുലാഭാരം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ക്ഷേത്രത്തിൽ ചോറ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ തുലാഭാരം എടുക്കാറുണ്ട്. അപ്പോൾ ഇത് നേന്ത്രപ്പഴത്തിലാണ് തുലാഭാരം എടുത്തത്. അടുത്ത് നിൽക്കുന്ന എൻ്റെ സഹോദരന്മാരാണ്. അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. മോള് സഹകരിക്കുന്നേ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ തുലാഭാരം കഴിഞ്ഞ് വേഗം തന്നെ എടുക്കുകയായിരുന്നു. എടുത്തപ്പോൾ തന്നെ ആളങ്ങ് ശാന്തമായി. പിന്നെ അവിടെ ബഹളമൊന്നുമില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആ ഒരു അതും ആദ്യമായിട്ട് ഇത്രയും പേരെ കണ്ടതും ഒറ്റയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കിടത്തിയതിൻ്റെയൊക്കെ ആ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും ബഹളം കാണിച്ചത്. ഇത് 2ാമത് മോൾക്ക് ചോറ് കൊടുത്തതാണ്. ഞങ്ങളുടെ ഇവിടെ ഏട്ടൻ്റെ വീടിൻ്റെ അടുത്തുള്ള രാമരശ്ശേരി അമ്പലത്തിലാണ് ചോറ് കൊടുത്തത്. അന്ന് ഹാപ്പി ആയിരുന്നു, നല്ല രീതിയിൽ തന്നെ സഹകരിച്ചു. അവിടെ പായസമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇഷ്ടപ്പെട്ട് നല്ല സുഖമായിട്ട് അച്ഛൻ്റെ കയ്യിലിരുന്ന് കഴിച്ചു. പിന്നെ ഇതുപോലെ ഇളയപ്പൻ ക്ഷേത്രത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെയും നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ എടുത്ത് ഈ വീഡിയോ ഒക്കെ സൂക്ഷിക്കുന്നത് എന്നേലും മോക്കും കാണാമല്ലോ, ഇതൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെയാണ് കാണിച്ചതെന്ന്. അങ്ങനെ നേർച്ചയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ ജനനി മോക്ക് 3 അമ്പലത്തിൽ ചോറുണ്ണാൻ സാധിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ ചോറൊക്കെ കൊടുത്ത് തുടങ്ങിയത്. അപ്പോൾ ഇത്രയുള്ള ജനനിയുടെ ചോറൂണിൻ്റെ കഥ.